കുട്ടികളിൽ മത്സര പരീക്ഷ എന്ന ഒരു സ്വഭാവത്തിൽ പരീക്ഷകളിൽ വലിയ മാർക്ക് നേടണം അഥവാ നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയൊരു കാര്യം. രക്ഷിതാക്കന്മാർ കുട്ടികളെ ശരിക്കും അക്കാര്യം അറിഞ്ഞു ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവർ വാങ്ങിയ മാർക്ക് എന്താണോ അതിനെ അഭിനന്ദിക്കുകയും ആ മാർക്ക് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നല്ല വഴികളെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇവിടെ മാർക്ക് കുറവായതിൻ്റെ പേരിൽ മാനസികമായ ഒരു സ്ട്രെസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള അപായങ്ങൾക്ക് ജീവിതത്തിൽ അസന്തുഷ്ടി രേഖപ്പെടുത്തുന്ന പല രീതിയും നമ്മൾ കാണാറുണ്ട്. അത്തരം രീതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംസ്ഥാന നിയമസഭയിൽ അടുത്തിടെ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം കേരളത്തിൽ ജീവാപായം വരുത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് ലോകം, ഇതുതന്നെയാണ് അവസാന പരീക്ഷ എന്ന് മനസ്സിലാക്കുന്നവരിലാണ് അത്തരം സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് പരീക്ഷയുടെ ഒരുപാട് പരീക്ഷകൾ വരുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇവിടെ ഉയർന്ന മാർക്ക്, ആവറേജ് മാർക്ക് ഒക്കെ അല്ലാഹു തആല നമുക്ക് തരുന്നത് നമ്മുടെ ദിശ തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു അടയാളമായിട്ടാണ്. അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നമുക്ക് അല്ലാഹു തആല ബോധ്യപ്പെടുത്തുക തന്നെയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം, അവരെ ചേർത്തു നിർത്തണം, കിട്ടിയ മാർക്കുകളെ വെച്ചുകൊണ്ട് മുന്നോട്ടുള്ള ഒരു സഞ്ചാരത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കണം. അവധിക്കാലം, അവധി എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഒഴിവ് സമയം എന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ സ്കൂളില്ലാത്ത കാലം, മദ്രസയില്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ ആ കാലമൊക്കെ ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസ്സുകളും അതുപോലെയുള്ള പഠന പരിപാടികളും ഒന്നും ഉണ്ടാകരുതെന്നാണ്. ജാമിഉൽ ഫുതൂഹ് അത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളെ മനോഹരമായ മസ്ജിദിനോട് ചേർത്ത് ശീതീകരിച്ച മുറികളിൽ അവർക്ക് നല്ല സന്തോഷം കൊടുക്കുന്ന ആത്മീയതയിലേക്ക് അവരെ കൊണ്ടുവരുന്ന പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം ഇതൊരു പഠനത്തിൻ്റെയും പരീക്ഷയുടെ ഒന്നും കാലം അല്ലല്ലോ. ഒഴിവുകാലം കുടുംബങ്ങളെ സന്ദർശിക്കാനും അതുപോലെ ഭൂമിയിലെ സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കാനും അള്ളാഹുവിനെ അറിയാനും എല്ലാമാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇപ്പോഴത്തെ ഈ കൊടും ചൂട്, വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വരൾച്ച അനുഭവപ്പെടുന്നു, പലയിടത്തും കുടിക്കാൻ വെള്ളമില്ല, ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുമ്പോഴും കുടുംബം ഒന്നിച്ച് യാത്ര ചെയ്യുക, എങ്ങോട്ടെങ്കിലും കറങ്ങുക. ഈ യാത്ര എന്ന് പറഞ്ഞാൽ അതിന് ഇന്ന് പ്രയോഗിക്കുന്നൊരു പ്രയോഗം തന്നെ കറക്കം എന്നാണ്. കറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഒരാവശ്യത്തിനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എവിടെയെങ്കിലും ഒരു അങ്ങാടിയിൽ ചെല്ലുക, നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറുക, അവിടുന്ന് വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്യുക, പിന്നെ ഒന്ന് കറങ്ങി തിരിഞ്ഞു പോരുക. അതല്ലല്ലോ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാത്രയാകുമ്പോൾ അത് പഠനമാകണം, അത് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതാകണം, പ്രകൃതിയുടെ അസ്റാറുകളെ മനസ്സിലാക്കുന്നതാകണം. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അറിവ് നൽകുന്നതും ആത്മീയത വർദ്ധിപ്പിക്കുന്നതുമാണ് യാത്രകൾ ആവേണ്ടത്. എന്നാൽ ഈ ഒഴിവുകാലത്തൊന്നും കുടുംബങ്ങളെ കാണാനോ അമ്മായിമാരെയും അമ്മാവന്മാരെയും വല്യുപ്പയും വല്യാപ്പയും കാണാൻ, അതുപോലെ അകന്ന കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ ഒന്ന് കാണാനുള്ള അവസരങ്ങളാണ് പഴയകാലത്ത് ഒഴിവുകാലങ്ങൾ ഉപയോഗിച്ചിരുന്നത്. എങ്കിൽ ഇന്ന് ചിലരൊക്കെ അതിൽ നിന്ന് മാറിപ്പോകുന്നു. അതുപോലെ തോടുകളും മലകളും പറമ്പുകളും ചെന്ന് കാണുകയും തെങ്ങും കവുങ്ങും റബ്ബറും ഒക്കെ എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുകയും കുട്ടികൾക്ക് നാടിൻ്റെ ഒരവസ്ഥ മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന് നാടുനീള ചക്കയും മാങ്ങയുമാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ ചെന്നാൽ കാണാം. പ്ലാവുകളൊക്കെ പൊതിഞ്ഞു നിൽക്കുകയാണ്, പക്ഷെ പറിച്ചു കൊണ്ടുപോകാൻ ആളില്ല. അവിടെ ചക്ക ഏറ്റവും വളരെ പോഷകദായകമായ, വളരെ കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റായ
ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ശേഷി നൽകുന്ന ഏറ്റവും നല്ലൊരു ഫലമാണ്. അത് പറിച്ചു കൊണ്ടുവന്ന് കഴിക്കുക. സ്വന്തം കഴിക്കുന്നതിന് പുറമെ വെള്ളിയാഴ്ച പോലുള്ള ദിവസങ്ങളിൽ മസ്ജിദിൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുക. ജുമഅ കഴിഞ്ഞു പോകുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ ചക്ക കൊടുക്കുക സമ്മാനമായിട്ട്. അത് കൊണ്ടുപോയി കഴിക്കട്ടെ. അതറിയാത്ത ആളുകൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുകൂടെ പഠിപ്പിച്ചു കൊടുക്കുക. പഴുത്താലും കഴിക്കാം, പച്ച പലതരത്തിലായി അതിന് ഉപയോഗിക്കാം. മാങ്ങ പറിക്കുക, അത് അയൽവാസികൾക്കും കുടുംബക്കാർക്കൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക. എല്ലാറ്റിനെയും കൊമേഴ്സ്യൽ ചെയ്ത് എല്ലാം അങ്ങ് വിളകുന്നതിന് മുമ്പ് തന്നെ വിൽപ്പന നടത്തി മക്കൾക്കും കുടുംബത്തിനും ഒന്നും ഇല്ലാതാക്കുന്ന ഒരു പാശ്ചാത്യൻ മനോഭാവം നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ കടന്നു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കർക്കശമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിഅമതാനി മഗ്ബൂനും ഫീഹിമ കസീറും മിനൻ നാസ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ബീയിങ് ചീറ്റഡ് ഇൻ ടു ബെനിഫിറ്റ്സ്, ദ ടൈം ആൻഡ് ദ ഹെൽത്ത്. ആരോഗ്യവും സമയവും, ഈ രണ്ട് കാര്യത്തിൽ പലരും ചതിക്കപ്പെട്ടു പോകുന്നുണ്ട്. എങ്ങനെയാണ് ചതിക്കപ്പെട്ടു പോകുന്നത്? ടൈമുള്ള സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യില്ല, ആരോഗ്യമുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ദുഃഖിക്കും. എഴുന്നേൽക്കാൻ വയ്യ, പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല, സമയമില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്ന് മനുഷ്യർ പറയും. അതുകൊണ്ട് ഒഴിവ് സമയം എന്നത് കറങ്ങാനുള്ളതോ മറ്റാവശ്യങ്ങൾക്കുള്ളതോ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വേറെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു SSLC സ്ട്രീം കഴിഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇറക്കുമതി ചെയ്തൊരു ഒരു പുതിയ സിസ്റ്റമുണ്ട്. കുട്ടികളെ പറഞ്ഞ് മൂപ്പിച്ച് തലയിൽ കയറ്റി എങ്ങോട്ടാണ് പോകേണ്ടത്, ഓസ്ട്രേലിയയിൽ, UK അവിടെ പോയിട്ട് ഡാറ്റാ സയൻസ്, നാനോ ടെക്നോളജി, എന്താണ് പഠിക്കേണ്ടത്, എന്തിനു പഠിക്കണം എന്നുള്ള കൃത്യമായ ഒരു ദിശാബോധം നൽകാതെ ഏറ്റവും വലിയ ശമ്പളം കിട്ടുന്നതാണ്, ഏറ്റവും വലിയ ജോലി കിട്ടുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ലണ്ടനിൽ നല്ലൊരു ഫ്ലാറ്റ് കിട്ടും, ഒരു മുന്തിയ കാറും കിട്ടും, തനിക്കും സഹധർമ്മിണിക്കും ഒന്നിച്ച് ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്ന, പിന്നെ കുടുംബമില്ല, ബന്ധങ്ങളില്ല. എന്താണിതുകൊണ്ട് കാര്യം? അപ്പോൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ എവിടെയാണ് നല്ലൊരു സൊസൈറ്റിയിൽ ജീവിക്കാൻ കഴിയുക, കൃത്യമായി ജുമഅക്ക് പോകാനും നിസ്കരിക്കാനും കഴിയുന്ന, മക്കളെ ഖുർആനും ദീനും പഠിപ്പിക്കാനൊക്കെ പറ്റിയ അവസരം കിട്ടുന്ന രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് എവിടെ നയിക്കാൻ കഴിയും? അതിനു പറ്റിയ പഠനം എന്താണ്? സമൂഹത്തിന് ഏറ്റവും ആവശ്യം എന്താണ്? ജനങ്ങൾക്ക് ഏറ്റവും സേവനം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. എന്തു കോഴ്സുകൾ തിരഞ്ഞെടുത്താലും ദീനീ പഠനമില്ലാതെ, ആത്മീയ പഠനം ഇല്ലാതെയുള്ള ഭൗതിക പഠനം നമ്മെ എവിടെയും കൊണ്ടെത്തിക്കുകയില്ല. അത് നാശത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കുകയുള്ളൂ. അൽഹംദുലില്ലാഹ്, കേരളത്തിൽ നമുക്ക് മഹത്തായ പണ്ഡിത സഭയുടെ കീഴിൽ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ 5.5 കോടിയുടെ സ്കോളർഷിപ്പ് നേടിയത് തലപ്പാവുകാരനായൊരു മുത്തഅല്ലിമാണ്. മദീനത്തുന്നൂറിൽ പഠിച്ച ഒരു നൂറാനിയാണ്. ഇതൊന്നും രണ്ടുമല്ല, ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് നേടിയവർ, PDF പോയവർ, PhD കഴിഞ്ഞവർ, ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും പഠിക്കുന്നവർ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പ് വാങ്ങിയിട്ട് പഠിക്കുന്നത് ഇസ്ലാമിക് സ്റ്റഡീസിനാണ്, ഇസ്ലാമിക ചരിത്രത്തിനാണ്, അതുപോലെ മറ്റു പല സയൻസുകൾക്കൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ ദീനീ പഠിച്ച് മുത്തഅല്ലിമുകൾ നേടുന്ന അത്ര ഒരു മികവ് മറ്റാരും ഇന്ന് നേടുന്നില്ല എന്നതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഡോക്ടറാവാം, എൻജിനീയർ ആവാം, ലോയർ ആവാം, സയൻറ്റിസ്റ്റ് ആകാം, ജേർണലിസ്റ്റ് ആകാം, എന്തു പഠിക്കണമെങ്കിലും ദീനിനോടൊത്തു പഠിക്കാനുള്ള അവസരം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുക്കി തന്നിട്ടുണ്ട്. അലിഫ് സ്കൂൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാ സ്കൂളുകളും 100% വിജയിച്ചു എന്ന് മാത്രമല്ല, നല്ല ഡിസ്റ്റിങ്ഷനും ഉയർന്ന മാർക്കും കുട്ടികൾ നേടിയിട്ടുണ്ട്. ഹിഫ്ളോടുകൂടി കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു രീതി നമ്മുടെ ഈ ജാമിഉൽ ഫുതൂഹിന് കീഴിൽ തന്നെ മഹ്ഫളത്തുൽ ഖുർആനുണ്ട്. അങ്ങനെ ഖുർആൻ പഠിക്കാനും എല്ലാമുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഭാവിയെ നാം സുന്ദരമാക്കുന്നത് അത് പെൻഷൻ കാലം വരെ അല്ല, അല്ലെങ്കിൽ മരണം വരെയും അല്ല, മരണശേഷമുള്ള ജീവിതത്തെ കൂടി മെച്ചപ്പെടുത്താൻ പറ്റിയ രീതിയിലുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാകണം. അതിന്
നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കാൻ SYSൻ്റെയും SSFൻ്റെയും ഒക്കെ കീഴിൽ സംവിധാനങ്ങളുണ്ട്. ജാമിഉൽ ഫുതൂഹിൽ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്.